بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين سيدنا ونبينا محمد وعلى آله وصحبه أجمعين وبعد. വളരെ പ്രിയങ്കരരായ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. മർഹബൻ ബിക്കും ജമീഅൻ ഇല ദർസി അൽ ജദീദ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഗ്രാമത്തെക്കുറിച്ച് പറയാൻ പഠിച്ചു. അതിനു മുമ്പ് കോളേജിനെ കുറിച്ച് നമ്മൾ പറയാൻ പഠിച്ചു. അതിനു മുമ്പ് നമ്മുടെ ഹോബി എന്താണ്, എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പഠിച്ചു. ഒരു ചെറിയ വിശദീകരണവും വിവരണവുമൊക്കെ അതിൽ നമുക്ക് കൊടുക്കാനും കഴിഞ്ഞു. ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ സ്റ്റേറ്റ് അഥവാ വിലായ. നമ്മുടെയൊക്കെ സ്റ്റേറ്റ് ഏതാണ്? വിലായ കേരള. അപ്പോൾ കേരളത്തെക്കുറിച്ച് നമുക്കിന്ന് സ്വല്പം പഠിക്കാം. കേരളത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ധാരാളം നമുക്കറിയാൻ പറയാൻ. വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതിനെ വിശാലമാക്കി കൂടുതൽ ആഡ് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ഇൻറ്റേർണൽ വർക്കുകൾ, ഉസ്താദുമാരുമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സബര്യതയിലേക്ക് നമുക്ക് കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ നമ്മളിന്ന് കേരളത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. കേരളത്തെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വിലായത്തി കേരള, എൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റേറ്റ് കേരളം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം പോകുന്നത്. നോക്കൂ, ആദ്യമായി നമ്മുടെ റാഷിദ് എന്ന ഒരു കഥാപാത്രം നമ്മുടെ കൂടെയുണ്ട്. റാഷിദ് കുറച്ച് കാര്യങ്ങൾ റാഷിദിൻ്റെ രൂപത്തിൽ നമ്മളോട് പറയാണ്. അപ്പോൾ റാഷിദ് തൽക്കാലം നമ്മളാകണം. റാഷിദ് ഇങ്ങനെ സംസാരിക്കട്ടെ. റാഷിദിൻ്റെ റോളിൽ നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ റാഷിദായി സങ്കല്പിച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ് കേൾക്കാനും മനസ്സിലാക്കാനും. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് വായിക്കാനുണ്ട് നമുക്ക്. ഇതിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുറച്ച് പുതിയ പദങ്ങൾ നമുക്ക് പഠിക്കണം. പുതിയ പദങ്ങൾ പഠിച്ചു വേണം നമ്മുടെ ഭാഷ മികവിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ പദങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യം നമുക്കിതിങ്ങനെ വായിച്ച് ഇതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകാം. അത് കഴിഞ്ഞ് നമുക്കൊരു വർക്കിലേക്കും ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കണം. എല്ലാവരും വളരെ കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടെ തയ്യാറായി ഇങ്ങോട്ട് തന്നെ നോക്കിയിട്ടിരിക്കണം. മറ്റു ശ്രദ്ധകളോ മറ്റോ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. നോക്കൂ, വിലായത്തി കേരള, എൻ്റെ വിലായത്ത്. വിലായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, വിലായത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ്, എൻ്റെ സംസ്ഥാനം കേരളമാണ്. വിലായത്തുൻ സഗീറ, എൻ്റെ വിലായത്താകുന്ന കേരളം വിലായത്തുൻ സഗീറ, അത് ചെറിയ ഒരു ഗ്രാമമാണ്, ചെറിയ ഒരു വിലായത്താണ്, ചെറിയ ഒരു സ്റ്റേറ്റാണ്, സംസ്ഥാനമാണ്. മിനൽ വിലായത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ വിലായത്തുകളിൽ, ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ കൂട്ടത്തിലെ ചെറിയ ഒരു സ്റ്റേറ്റാണ് എൻ്റെ കേരളം. ഇന്ത്യയിൽ ഒരുപാട് വിലായത്തുകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് എൻ്റെ കേരളം എന്നർത്ഥം. വഹിയ, കേരളം എന്ന് പറഞ്ഞാൽ വിലായത്തുൻ മഷ്ഹൂറത്തുൻ, വഹിയ കേരളം വിലായത്തുൻ മഷ്ഹൂറ, അറിയപ്പെട്ട, മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ ഫേമസ്, അറിയപ്പെട്ട ഒരു വിലായത്താണ്. മഅറൂഫ, രണ്ടിനും ഒരേ മഅനയാണ് ഏകദേശം. അറിയപ്പെട്ട, എല്ലാവരും അറിയുന്ന ഒരു വിലായത്താണ്, ഒരു സ്റ്റേറ്റാണ് വഹിയ കേരളം. വഹിയ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ കേരളം. വഹിയ തഖഉ ഫീ ജനൂബിൽ ഹിന്ദ്, നമ്മൾ പഠിച്ചിരുന്നു. വഹിയ തഖഉ, ഇത് നമ്മൾ എവിടെയോ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ഓർത്ത് നോക്കൂ. കുല്ലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ വഹിയ തഖഉ ഫീ മുഖാത്തഅത്തി ഡാഷ്, നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ഫീ മുഖാത്തഅത്തി മലപ്പുറം, ഫീ മുഖാത്തഅത്തി തിരുവനന്തപുരം എന്നൊക്കെ.
എന്നതുപോലെ വഹിയ തഖഉ കേരളം നിലകൊള്ളുന്നത് ഫീ ജനൂബിൽ ഹിന്ദി ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ്. ജനൂബ് എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം അല്ലേ, തെക്കിനാണ് ജനൂബ് എന്ന് പറയാം. 4 ഭാഗങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അള്ളാഹ് പഠിക്കും. 4 ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ ഓരോ രൂപരേഖകളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ജനൂബിലാണ്, തെക്ക് ഭാഗത്താണ് കേരളം നിലനിൽക്കുന്നത്. വലഹ കേരളത്തിനുണ്ട് താരീഖുൻ അളീം വലിയ ചരിത്രമുണ്ട്. വലഹ താരീഖുൻ അളീം കേരളത്തിന് മഹത്വമായ, അളീം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള ചരിത്രമുണ്ട്. താരീഖ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ചരിത്രം. കേരളത്തിന് വലിയ ചരിത്രമുണ്ട്. വഹിയ മുതമയ്യിസത്തുൻ ബിജമാലിഹാ വതബീഅതിഹാ വസഖാഫതിഹാ. വഹിയ കേരളം, വഹിയ അത് അഥവാ കേരളം, മുതമയ്യിസത്തുൻ അത് വ്യതിരിക്തമാണ്. മുതമയ്യിസ് എന്ന് പറഞ്ഞാൽ വ്യതിരിക്തമായി നിൽക്കുന്നതാണ്. മുതമയ്യിസത്തുൻ അത് വേരിയസ് ആണ്, അതൊരു വെറൈറ്റിയാണ്. കേരളം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. മുതമയ്യിസുൻ അത് വ്യതിരിക്തമാണ്. ബിജമാലിഹ അതിൻ്റെ ഭംഗി കൊണ്ട്, വതബീഅതിഹ അതിൻ്റെ പ്രകൃതി കൊണ്ട്, വസഖാഫതിഹ എന്താ സഖാഫത്ത് എന്ന് പറഞ്ഞാൽ, സഖാഫ എന്ന് പറഞ്ഞാൽ സംസ്കാരം, കൾച്ചർ. അപ്പോൾ കേരളം അതിൻ്റെ കൾച്ചർ കൊണ്ട്, അതിൻ്റെ നേച്ചർ കൊണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബ്യൂട്ടി കൊണ്ടുമൊക്കെ വ്യതിരിക്തമായി നിൽക്കുന്നതാണ്. വഹിയ മുതമയ്യിസത്തുൻ ബിജമാലിഹ വതബീഅതിഹ അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി. വഫി കേരള കേരളത്തിലുണ്ട് 14 മുഖാത്തഅ. 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. 4 എന്ന് പറഞ്ഞാൽ 4, 10 എന്ന് പറഞ്ഞാൽ 10, അപ്പോൾ 14 മുഖാത്തഅ. മുഖാത്തഅ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. മുഖാത്തഅ എന്ന് പറഞ്ഞാൽ ജില്ല. അപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട 14 ജില്ലകളുണ്ട്. മിസ്ല അതുപോലെ ഉദാഹരണത്തിന് മിസ്ല തിരുവനന്തപുരം, മലപ്പുറം, തൃശ്ശൂർ. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ ജില്ല കൊടുത്താൽ മതി. മിസ്ല വയനാട്, മിസ്ല കൊല്ലം, മിസ്ല ആലപ്പുഴ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജില്ല അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കേരളം മുതമയ്യിസത്തുൻ ബിജമാലിഹാ വതബീഅതിഹാ വസഖാഫതിഹാ. അത് കഴിഞ്ഞ് വഫി കേരള 14 മുഖാത്തഅ മിസ്ല തിരുവനന്തപുരം, മലപ്പുറം, വയനാട്, കൊല്ലം, അങ്ങനെ 14 നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രാഥമിക ഭാഗം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി പറയാം, ബാക്കിയിലേക്ക് കടക്കാം. എന്താണ്? റാഷിദ് നമ്മളോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫി കേരള കേരളത്തിലുണ്ട് എന്തുണ്ട്? അൻഹാറുൻ കസീറ. നേരത്തെ നമ്മൾ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു. അൻഹാറുൻ കസീറ ഒരുപാട് പുഴകളുണ്ട്, ഒരുപാട് നദികളുണ്ട്. ജദാവിലു അദീദ. എന്താ ജദാവിൽ എന്ന് പറഞ്ഞാൽ? ചെറിയ പുഴകൾ, അരുവികൾ ഉണ്ടാകും. ജദാവിൽ എന്ന് പറഞ്ഞാൽ അരുവികൾ. ജദാവിലു അദീദ. നമ്മൾ പുതിയ വാക്കുകൾ ഇങ്ങനെ പഠിക്കുകയാണ്. ജദാവിലു അദീദ ധാരാളം ജദാവിലുകൾ, അരുവികൾ കേരളത്തിലുണ്ട്. വശല്ലാലാത്തുൻ ജദ്ദാബ. ഷല്ലാൽ, ഷല്ലാൽ അതിൻ്റെ ബഹുവചനമാണ് ഷല്ലാലാത്ത്. ഷല്ലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷല്ലാൽ എന്ന് പറഞ്ഞാൽ വാട്ടർഫാൾ, വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ ഷല്ലാലാത്തുൻ ജദ്ദാബ. ജദ്ദാബത്ത് നമ്മൾ പഠിച്ചു. മനോഹരമായ, ആകർഷണീയമായ ധാരാളം ഷല്ലാലാത്തുകളും അതിലുണ്ട്, വെള്ളച്ചാട്ടങ്ങളുമൊക്കെ കേരളത്തിലുണ്ട്. നോക്കൂ, വഫി വിലായത്തിന നമ്മുടെ സ്റ്റേറ്റിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്, കേരളത്തിൽ. ഗാബാത്തുൻ ഒരുപാട്, ഗാബത്തുൻ അതിൻ്റെ ബഹുവചനമാണ് ഗാബാത്ത്. എന്താണ് ഗാബത്ത് എന്ന് പറഞ്ഞാൽ? ഫോറസ്റ്റ്, അതെ, കാടുകൾ എന്നർത്ഥം. അപ്പോൾ ഒരുപാട് കാടുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഫിഹ ആ കാട്ടിൽ എന്തുണ്ട്? ഹൈവാനാത്തുൻ മുതനവ്വിഅ വ്യത്യസ്തമായ ഹൈവാനാത്തുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ജീവികളുണ്ട്. ഏതുപോലെ? മിസ്ല അൽ ഫീൽ. ഫീൽ നിങ്ങൾക്കറിയാലോ, ആന പോലെ. വൽ അസദ് സിംഹം പോലെ. വൻ നമിർ പുലി പോലെ. വഗൈറഹ അതല്ലാത്തതും. അപ്പോൾ കേരളത്തിൽ ധാരാളം ഗാബാത്തുകൾ, ആ ഗാബാത്തുകളിലൊക്കെ ഒരുപാട് ഹയവാനാത്തുകളും ഉണ്ട്. ഇനി നോക്കൂ, വഫീഹ
കേരളത്തിലുണ്ട്. മുദുനുൻ, മുദുനുൻ, മദീനത്തുൻ അതിൻ്റെ ബഹുവചനമാണ് മുദുനുൻ എന്നാണ് പറയാം. മദീനത്തുൻ അതിൻ്റെ ബഹുവചനം മുദുനുൻ, മദീനത്തുൻ മുദുനുൻ, മദീനത്തുൻ മുദുനുൻ എന്നർത്ഥം. അപ്പോൾ വഫീഹ കേരളത്തിലുണ്ട്, മുദുനുൻ മഅറൂഫത്തുൻ അറിയപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മദീനകളുണ്ട്, ഒരുപാട് പട്ടണങ്ങളുണ്ട്. മിസ്ല കാലിക്കറ്റ് വ കൊച്ചിൻ, കാലിക്കറ്റ് പോലെ കൊച്ചി പോലെ അറിയപ്പെട്ട ഒരുപാട് പട്ടണങ്ങളുണ്ട്. വ അമാക്കിനു അതുപോലെ തന്നെ വ അമാക്കിനു സിയാഹിയ്യ. അമാക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? അമാക്കിൻ മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലം. അതേ അർത്ഥം തന്നെ വ അമാക്കിൻ സിയാഹിയ്യ, ടൂറിസ്റ്റ് പ്ലേസസ്. വളരെ സിമ്പിളായിട്ട് സിയാഹത്ത് എന്ന് പറഞ്ഞാൽ ടൂർ, സിയാഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്. അപ്പോൾ അമാക്കിൻ സിയാഹിയ്യ ടൂറിസ്റ്റ് പ്ലേസുകളും ധാരാളമുണ്ട്. മിഥില് മൂന്നാർ വയനാട്, മൂന്നാർ പോലെ വയനാട് പോലെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും നമ്മുടെ കേരളത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓരോ പട്ടണങ്ങളെക്കുറിച്ച്, ഷല്ലാലാത്തുകളെക്കുറിച്ച്, ഗാബത്തിനെക്കുറിച്ച്, അങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഓരോ സംഗതികളുടെ അല്പഭാഗം മാത്രം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചുരുങ്ങിയ ഒരു ടൈമിനുള്ളിൽ നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റാഷിദ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഷിദിൻ്റെ അടുത്ത സംസാരം നമുക്ക് കേൾക്കാം. എന്താണ് ഇനി പറയുന്നത്? വഫീ വിലായത്തിന നമ്മുടെ സംസ്ഥാനത്തുണ്ട്, വഫീ വിലായത്തിന നമ്മുടെ സംസ്ഥാനത്തുണ്ട് മസാജിദു ഒരുപാട് പള്ളികൾ. മസാജിദ് എന്ന് പറഞ്ഞാൽ പള്ളികൾ, മസ്ജിദുൻ ജംഉഹു മസാജിദ്. വ കനായിസ്, എന്താ കനായിസ് എന്ന് പറഞ്ഞാൽ? കനീസത്ത് അതിൻ്റെ ബഹുവചനമാണ് കനായിസ്, ചർച്ചുകൾ. ക്രൈസ്തവ ദേവാലയങ്ങൾക്കാണ് ചർച്ചുകളുണ്ട്. വ ഹയാക്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഹൈക്കലുകൾ. ഹൈക്കൽ അതിൻ്റെ ജംആണ് ഹയാക്കിൽ, ക്ഷേത്രങ്ങളുണ്ട്. വ മആബിദു ഉഖ്റ, മആബിദ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന, മആബിദ് ആരാധനാലയം. മആബിദു ഉഖ്റ മറ്റു ഒരുപാട് ആരാധനാലയങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. യഈഷു ഹുന ഇവിടെ താമസിക്കുന്നു. ആരും താമസിക്കുന്നു? അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ താമസിക്കുന്നു. വൽ ഹിന്ദൂസിയൂന ഹിന്ദുക്കൾ താമസിക്കുന്നു. വൻ നസ്രാനിയൂന നസ്രാനികൾ അഥവാ ക്രിസ്ത്യാനികൾ ഇവിടെ ജീവിക്കുന്നു. യഈഷു ജീവിക്കുന്നു. വഗൈറുഹും മറ്റുള്ള ധാരാളം ആളുകളും ഇവിടെ ജീവിക്കുന്നു. ബിൽ ഹുബ്ബി സ്നേഹത്തോടെ, വസ്സലാം സമാധാനത്തോടെ. അപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മഹത്വം. ആ കേരളത്തിൻ്റെ മഹത്വം നമ്മുടെ ഭാഷയിലേക്ക് അഥവാ നമ്മുടെ അറബി ഭാഷയിലേക്ക് നമ്മൾ മാറ്റി. എത്ര സിമ്പിൾ! അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ആ അറിയുന്ന കാര്യങ്ങളെ നമ്മളുടേതായ ഒരു ഭാഷയിലേക്ക്, ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റി, പുതിയ രൂപങ്ങൾ നമുക്ക് സംസാരത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കേട്ട, നിങ്ങൾ മനസ്സിലാക്കിയ ക്ലാസ്സുകൾ ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം. ആ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞ് അതിൽ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങളതിനെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അതിലൂടെയാണ് നമുക്ക് നമ്മുടെ ഈ തത്ബീഖാത്ത് അല്ലെങ്കിൽ നമ്മുടെ സമാഉം മുഹാദസയും നമ്മുടെ ഖിറാഅയും കിതാബയും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ക്ലാസ്സുകളെ നമ്മൾ ഓരോരുത്തരും കാണുകയും പഠിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. ഓക്കെ ആണല്ലോ? ഇനി എല്ലാവരും നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? കേരളത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൻ്റെ ആദ്യം മുതൽ എൻ്റെ കേരളം, വിലായത്തീ കേരള, വിലായത്തുൻ മഷ്ഹൂറത്തുൻ മഅറൂഫ, അതുപോലെ മിനൽ വിലായത്തിൽ ഹിന്ദിയ, അങ്ങനെ ഒരുപാട് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഒരു കാര്യം കാണിക്കാൻ പോകാം. ഇപ്പോൾ ക്ലാസ് കൃത്യമായി ശ്രദ്ധിച്ച ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ചില ആളുകൾക്കൊരു പക്ഷേ എന്ത് ചെയ്യും, ഇതിൽ ഏതാണ് എന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടെ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ കേട്ട ക്ലാസ്സിൽ ആപ്റ്റായ വളരെ കൃത്യമായ വാക്ക് എന്താണ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. എല്ലാവരും നമ്മുടെ സ്ക്രീനിലേക്ക് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. നഖ്താർ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് വാക്കുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഫീ കേരള കേരളത്തിലുണ്ട്. അൻഹാറുൻ പുഴകളുണ്ട്. ഇത് നമ്മുടെ സംസാരത്തിൽ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫി കേരള അൻഹാറുൻ
ഡാഷ്. അവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഞാനിവിടെ 3 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ ശരിയായത്, നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ഇത് 3ഉം ശരിയാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഏത് ഉപയോഗപ്പെടുത്തി ഏതാണ് ഇസ്തിഅമാൽ ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്കറിയണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ വർക്ക് നിങ്ങളെല്ലാവരും എഴുതിയെടുത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ 3 ഓപ്ഷൻ ഇവിടെ കൊടുക്കാൻ പോകുന്നല്ലോ, ശ്രദ്ധിക്കണം. 1 കസീറത്തുൻ, 2 സഗീറത്തുൻ, 3 ഖലീലത്തുൻ. ഇതിലേതാണ് ശരി? ഞാൻ ഏതായാലും ഉത്തരം പറയുന്നില്ല, നിങ്ങൾ ആ ഉത്തരം കണ്ടെത്തണം. ഫീ കേരള, കേരളത്തിലുണ്ട്. അൻഹാറുൻ കസീറത്തുൻ എന്നാണോ, അൻഹാറുൻ സഗീറത്തുൻ എന്നാണോ, അൻഹാറുൻ ഖലീലത്തുൻ എന്നാണോ? അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ശരിയായ ഉത്തരമായിരിക്കണം എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം പറഞ്ഞിരിക്കുകയായിരിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. നിങ്ങൾ തൽക്കാലം നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ മനസ്സിലൊക്കെ പറഞ്ഞോളൂ, നിങ്ങൾ അധ്യാപകന് എഴുതി കൊടുക്കുകയും ചെയ്യണം. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ഒരു ചോദ്യം, വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ചോദ്യം നമുക്ക് കാണാം. ഫിഹ, കേരളത്തിലുണ്ട്. ഹയവാനാത്ത്, ധാരാളം ഹയവാനാത്തുകളുണ്ട്. ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ ജീവികൾ അല്ലേ? ഡാഷ്, എന്ത് ജീവികൾ എന്ന് പറഞ്ഞില്ല. മിസ്ല അൽ ഫീൽ വൽ അസദ്, സിംഹം പോലെ ആന പോലെ ഒരുപാട് ഡാഷ് ജീവികളുണ്ട്. എന്തായിരിക്കും അത്? ഞാൻ ആ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. 1 മുത്തനവ്വിഅത്തുൻ, 2 മുഖ്തലിഫത്തുൻ, 3 കബീറത്തുൻ. മുത്തനവ്വിഅത്തുൻ വ്യതിരിക്തമായത്, മുഖ്തലിഫത്തുൻ വ്യത്യസ്തമായത്, കബീറത്തുൻ വലിയത്. ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തിയിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളിലേക്ക് എഴുതണം. അടുത്ത ഒരു ചോദ്യം, ഫി വിലായത്ത് കേരള, കേരളത്തിൽ 14 ഡാഷ്. 14 എന്താണുള്ളത് കേരളത്തിൽ? അതിൻ്റെ വാക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഞാനിവിടെ ഓപ്ഷൻ കൊടുക്കാം. 1 മുഖാതഅ, 2 മിൻതഖ, 3 അംകിന. മുഖാതഅ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട്സ്, മിൻതഖത്ത് എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങൾ, അംകിനത്ത് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഞാൻ വിട്ടുതരികയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കൃത്യമായ ഉത്തരമായിരിക്കണം എല്ലാവരും എഴുതേണ്ടത്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എഴുതുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. ആ വാക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കൂട്ടത്തിൽ പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ഭാഷ നിങ്ങൾ പുരോഗതിയിലേക്ക് എത്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സംസാരിക്കണം. നമ്മുടെ ഈ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊന്നും നിങ്ങൾ മറക്കരുത്. ആ ക്ലാസ്സുകളൊക്കെ ഇതിനോട് ചേർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് പഠിക്കാനും ഒരുപാട് മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ഉസീകും ബിദ്ദുആഇ ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.